ഹായ് ഫ്രണ്ട്സ്, ജാവയുടെ 25th വേർഷൻ റിലീസായിരിക്കുകയാണ്. ലോങ് ടേം സപ്പോർട്ടുള്ള വേർഷനാണ് 25th. പിന്നെ ഇതിന് മുമ്പ് ലോങ് ടേം സപ്പോർട്ട് കിട്ടിക്കൊണ്ടിരുന്നത് വേർഷൻ 21-നാണ്. ഇതിൽ കുറച്ച് നല്ല നല്ല ഫീച്ചേഴ്സ് ഉണ്ട്. നമുക്ക് ഓരോ ഫീച്ചറും ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്ത് പോവാം. അപ്പോൾ വീഡിയോ എൻഡ് വരയ്ക്ക് കാണാം. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, ഒന്നാമത്തെ കാര്യമായിട്ട് എനിക്ക് പറയാനുള്ളത് ഇവിടെ റീഡ് എൽ എന്ന് പറഞ്ഞ സ്റ്റാറ്റിക് മെത്തേഡാണ്. ആ മെത്തേഡിന്റെ ഗുണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കമാൻഡ് ലൈനിൽ നിന്ന് ഇൻപുട്ട് റിസീവ് ചെയ്യാം. എന്നിട്ട് അത് വെച്ചിട്ട് നിങ്ങൾക്ക് അത് കോഡിൽ യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഈ ഒരു പർട്ടിക്കുലർ ഫയലിൽ ഇവിടെ ഇത് കമ്പൈൽ ചെയ്യാണ് ഫസ്റ്റ്. അത് കഴിഞ്ഞ് എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇവിടെ എന്നോട് ചോദിക്കുന്നു വിച്ച് കാർ യു വാണ്ട് ടു മേക്ക്. അപ്പോൾ ഞാൻ പറയും ടൊയോട്ട. ഓക്കെ, എന്നിട്ട് എൻ്റർ അടിക്കാം. എന്നിട്ട് ബാക്കിയുള്ള കോഡ് റൺ ആവും. ഗ്യാതറിംഗ് ഓൾ ദി പാർട്സ്, ബിൽഡിംഗ് ടൊയോട്ട, ദർ വാസ് ആൻ എറർ. ഓക്കെ, ഈ ലാസ്റ്റത് ഒന്നിലെ എറർ ആയിരിക്കും അല്ലെങ്കിൽ സക്സസ് ആയിരിക്കും. ഞാൻ ഇപ്പം കൊടുത്തത് എററാണ്, അതുകൊണ്ടാണ് അവിടെ എറർ എന്ന് ഡിസ്പ്ലേ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒന്നാമത്തെ റീഡ് എൽ എന്ന് പറഞ്ഞ സ്റ്റാറ്റിക് മെത്തേഡ്. ഇവിടെ ഇമ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇമ്പോർട്ടിന്റെ ഇത് ഇവിടെ ഉണ്ട്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ജാവ കോഡ് എഴുതുന്ന ടൈമിൽ ഫോളോ ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ സിഗ്നേച്ചർ ആണിത്, പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ എന്നുള്ളത്. ഇനി ഈ 25th മുതൽ നമുക്ക് ഇതിന്റെ ആവശ്യമില്ല. നമുക്ക് ഇതൊക്കെ ഡിലീറ്റ് ചെയ്യാം. പബ്ലിക് സ്റ്റാറ്റിക് ഒന്നും വേണ്ട, ജസ്റ്റ് വോയിഡ് മെയിൻ. അതിൻ്റെ ഉള്ളിൽ ഇതൊന്നും ആവശ്യമില്ല, ഇത്രയും മതി. എന്നിട്ട് നമ്മൾ സേവ് ചെയ്യുന്നു, നമ്മൾ റീകമ്പൈൽ ചെയ്യുന്നു. കമ്പൈലിംഗ്, നോ ഇഷ്യൂസ്. ജാവ ഇവിടെ ഞാൻ ടൊയോട്ട എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഗ്യാതറിംഗ് സെയിം ആസ് ബിഫോർ. എങ്ങനെയാണോ പഴയ പോലെ വർക്ക് ചെയ്തത് അതുപോലെ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അതാണ് രണ്ടാമത്തെ കാര്യം. ഇതല്ലേ കുറച്ചുകൂടി എളുപ്പം, ലെസ് കോഡ്. ബോയിലർ പ്ലേറ്റ് എല്ലാം ഒഴിവായി. ഇനി അടുത്ത കാര്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടി നമുക്ക് കാർ എന്ന് പറഞ്ഞ ക്ലാസ്സിലേക്ക് പോകാം. ഇവിടെ കാർ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞ ഒരു ക്ലാസ് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എനിക്കിവിടെ ഒരു കൺസ്ട്രക്ടർ ഉണ്ട്. ഈ കൺസ്ട്രക്ടർ എപ്പോഴാണ് കോൾ ചെയ്യുക? ഞാൻ ഇവിടെ അതിന്റെ കാറിന്റെ ഒബ്ജക്റ്റ് ഇവിടെ മേക്ക് ചെയ്യുമ്പോൾ ഈ കൺസ്ട്രക്ടർ കോൾ ചെയ്യും. പഴയ വേർഷനിലൊക്കെ ഈ സൂപ്പർ എന്ന് പറഞ്ഞ മെത്തേഡിന്റെ മുകളിൽ നമുക്ക് ഒന്നും എഴുതാൻ പറ്റില്ല. അപ്പോൾ എറർ ത്രോ ചെയ്യും. സൂപ്പർ ആയിരിക്കണം ആ പർട്ടിക്കുലർ കൺസ്ട്രക്ഷനിൽ ഫസ്റ്റ് ആയിട്ട് വേണ്ടതെന്ന് നമ്മൾ എറർ ത്രോ ചെയ്യും. പക്ഷേ ലേറ്റസ്റ്റ് വെർഷനിൽ നിങ്ങൾക്ക് ഇവിടെ എന്ത് സ്റ്റേറ്റ്മെന്റും എഴുതാം. ഓക്കെ, ഇവിടെ ഫോർ എക്സാമ്പിൾ ഞാൻ കാർ ഇനിറ്റ് എന്ന് കൊടുക്കും. ഓക്കെ, കാർ ഇനിറ്റ് എന്ന് കൊടുത്തതിന് ശേഷം ഞാൻ ഒന്നുകൂടി റീകമ്പൈൽ ചെയ്യുകയാണ് കോഡ്. കമ്പൈലിംഗ് ആൻഡ് I will give Toyota. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും കാർ ഇനിറ്റ്, പിന്നെ ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽസ്. ഓക്കെ, അപ്പോൾ ഇതാണ് വേറൊരു പുതിയ സാധനം. ഇനി ഉള്ളത് പറയേണ്ടിയിട്ട് ഞാൻ ഇവിടെ സ്റ്റാറ്റസ് എന്ന ക്ലാസ്സിലേക്ക് പോകും. ഇവിടെ എറർ എന്ന് പറഞ്ഞ മെത്തേഡിൽ ഞാൻ ട്രൈ ക്യാച്ച് യൂസ് ചെയ്യുന്നുണ്ട്. ഈ